നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ്, ലവ് റീഡിങ് എടുക്കാം. റിലേഷൻഷിപ്പ് ഇല്ല നോക്കാം. ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ജസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഓർക്കാം. ഓക്കെ, അത് മെയിൻലി എനിക്കറിയാം എല്ലാവരും മനസ്സിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ചായിരിക്കും വരിക. അല്ല വേറെ ഇനിയിപ്പോൾ ആരെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നോക്കിക്കോളൂ. ഏതെങ്കിലും ഫ്രണ്ട്, അങ്ങനെ ആരെങ്കിലും ക്രഷ് ഉള്ളതോ ഫ്രണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ. നമുക്ക് സിറ്റുവേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. സോ ഓക്കെ, നിങ്ങളത് മനസ്സിൽ ഒരാളെ ഓർക്കുക. ഓക്കെ, ആ വ്യക്തിയുമായിട്ട് ചിലപ്പോൾ നിങ്ങൾ വളരെ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അവരോട് ഒരുപാട് അടുപ്പം ഫീൽ ചെയ്യുന്നുണ്ടാവും. നല്ലോണം അടുപ്പം, അവരെ വിട്ടു പോകാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് സാധിക്കാത്തത്ര അല്ലേ, അങ്ങനെ ഒരു അടുപ്പം. സോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ, എന്താണ് ഇവരോട് ഇത്ര നിങ്ങൾക്കൊരു അറ്റാച്ച്മെന്റ് വരുന്നത്, എന്ത് ബന്ധമാണിത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനെക്കുറിച്ച് ജസ്റ്റ് നമുക്ക് അറിയുന്നത് അവരുടെ മനസ്സിലും അതേപോലെ ആണോ എന്ന് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, ലെറ്റ്സ് ഇത് യൂണിവേഴ്സ് എന്താ കാണിച്ചു തരുന്നത്, നിങ്ങളുടെ ഇതെന്ത് ബന്ധമാണ് നിങ്ങളുടെ എന്ന്. ഐ ഹോപ്പ് എനിക്ക് പറയാൻ പറ്റുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, 8 of swords, 7 of pentacles, 7 of wands, page of cups. സോൾമേറ്റ്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് ആദ്യത്തെ കാര്യം. ഓക്കെ, ഇതൊരു സോൾമേറ്റ് ആണ്. ഓക്കെ, ഇത് മെയിൻ പോയിന്റ് നമുക്ക് തന്നെയാണ്. നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഇപ്പം നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അവർ നിങ്ങളുടെ സോൾമേറ്റ് ആണ്. സോൾമേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളതൊരു ഫ്രണ്ട്സും ആവാം, ഇല്ലാന്നില്ല. ഓക്കെ, ഫ്രണ്ട്സ് ആവാം, ചിലപ്പോൾ റിലേറ്റീവ് ആവാം, നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലും, വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ഈവൻ ഫ്രണ്ട്സ് ആവാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഓൾറെഡി. ഓക്കെ, അങ്ങനെ ആരെങ്കിലും നിങ്ങൾ വളരെയധികം അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തി. സോ ആ രീതിക്ക് യെസ്, ഇത് സോൾമേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇതൊരു ലവ് റിലേഷൻഷിപ്പ് മാത്രമാവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അത് എല്ലാ തരത്തിലും നമുക്ക് ഏത് ബന്ധവും നമുക്ക് ഈ സോൾമേറ്റിൽ പെടുത്താൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഉണ്ടാവും, റൊമാൻറ്റിക് ഉണ്ട്, ഇല്ല എന്നല്ല. ബട്ട് ഓക്കെ, ഇവിടെ കാണുന്നത് സോൾമേറ്റ് വന്ന സ്ഥിതിക്ക് യെസ്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തി തന്നെയാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട ഒരു വ്യക്തി തന്നെയാണ്. പാസ്റ്റ് ലൈഫ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ഈ ജന്മത്തും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ബട്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോൾ ഐ തിങ്ക് കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, നിങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ വ്യക്തിക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടാവാം. ഓക്കെ, ഇതിപ്പോൾ ലവ് റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുന്നതാണെങ്കിൽ യെസ്, പേഴ്സണിന് നിങ്ങളോട് ഫീലിങ്സ് പറഞ്ഞു കാണും. ഓക്കെ, അവർക്ക് ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, നിങ്ങൾക്കറിയാം ദാറ്റ് അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്ന്, പറഞ്ഞോ പറഞ്ഞില്ലേ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരിക്കാം ഓൾറെഡി, അല്ലെങ്കിലും തന്നെ. ഓക്കെ, അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്. ഓക്കെ, ആൻഡ് അത് നിങ്ങൾക്കറിയാം. ഓക്കെ, ബട്ട് മേ ബി ആ പേഴ്സൺ നിങ്ങൾ സ്റ്റക്കായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ, എന്തെങ്കിലും സിറ്റുവേഷൻ, എന്ത് തന്നെ സിറ്റുവേഷൻ ആയിക്കോട്ടെ. ഓക്കെ, അവരായാലും മേ ബി സ്റ്റക്കായിരിക്കാം, അവരുടെ ലൈഫിൽ എന്തെങ്കിലും അവർ കമ്മിറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം. ഐ ഡോണ്ട് നോ, ഞാൻ എന്തിനാ കാർഡ് എടുക്കണമെന്ന് എനിക്കും അറിയില്ല, കിട്ടുന്നത് ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ യെസ്, എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണെന്ന് അറിയേണ്ടിയിരുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഐ തിങ്ക് ഒരു സെപ്പറേഷൻ ഉണ്ട്. ഓക്കെ, സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും നിങ്ങൾ തമ്മിൽ സംസാരം കുറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നു, നിങ്ങൾ തമ്മിൽ ഒരു അകന്നു. ഓക്കെ, ഗോസിപ്പ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തോ തരത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച വന്ന പോലെയുണ്ട്. അതിപ്പോൾ അഗെയിൻ റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ തന്നെ ഞാൻ കൂടുതലും പറയാം. ഓക്കെ, റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ബട്ട് ആ ഡിസ്റ്റൻസ് വന്നത് ഒരു കണക്കിന് ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു ഗ്രോത്തിന് വേണ്ടി വന്നതാണ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് തന്നെ നിങ്ങളുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അത് എങ്ങനെയാണെന്ന് ചോദിക്കും നിങ്ങൾ പറയും എങ്ങനെയാണ്. സോ ഈ പേഴ്സണുമായിട്ട് കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടാവും. ഓക്കെ, അവർ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ റൊമാൻറ്റിക് നമ്മൾ റിലേഷൻഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ പലതും പ്ലാൻ ചെയ്യും, പക്ഷെ അതൊന്നും നടക്കില്ല. ഓക്കെ, അതൊന്നും നടക്കാതെ പോകും, അങ്ങനെയൊക്കെ ആവും. കാരണം നിങ്ങളെപ്പോഴും ഒരു വെയിറ്റിംഗ് എനർജി എനിക്ക് കാണുന്നുണ്ട് ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ. ഓക്കെ, നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്ത എനർജിയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് അവർ നെക്സ്റ്റ് ലെവൽ. ഓക്കെ, മേ ബി അവർ പേജ് ലെവൽ കാണുന്നത്, പേജ് ഓഫ് കപ്സ് ആണ്. പേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു യങ് എനർജിയാണ്, ഒരു ചെറുപ്പം പോലെ എന്ന് പറയാം, അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അവരുടെ ഒരു പ്ലേഫുൾ നേച്ചർ ആയിരിക്കും എപ്പോഴും. ഓക്കെ, വളരെ കളി തമാശ പോലെ, അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ
കണക്ഷനെ സീരിയസ് ആയിട്ട് എടുക്കാത്തത്, അങ്ങനെയായിരിക്കാം. ഓക്കെ, ബട്ട് ഐ തിങ്ക് നിങ്ങൾക്ക് ആഗ്രഹിച്ചത്, നിങ്ങളെപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത് ഒരു മെച്ചുവേർഡ് ആയിട്ട് ഒരു കണക്ഷൻ ആയിരിക്കും. ഇൻ കേസ് അത് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ആയിട്ടായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷെ ആ പേഴ്സൺ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ദാറ്റ് അവരെപ്പോഴെങ്കിലും എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും, എനിക്ക് വേണ്ടി മുന്നോട്ട് വരും, നെക്സ്റ്റ് ലെവലിലേക്ക് അവർ പോകും എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് കാണാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഐ തിങ്ക് അവിടെ പലപ്പോഴും നിങ്ങൾ സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ദാറ്റ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നില്ല, റിലേഷൻഷിപ്പ് സ്റ്റക്കാണ്, ഓക്കെ, സിറ്റുവേഷൻ സ്റ്റക്കാണ്, മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ ഒരുപാട് എഫേർട്ട് ഇട്ട് കാണും, പക്ഷേ ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് പക്ഷേ മാറ്റങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ആഗ്രഹിച്ചത് ഐ തിങ്ക് ഒരു ഫാമിലി പോലെയാണ്. ഓക്കെ, 10 of Pentacles പോലെ, അതായത് ഫാമിലി പോലെ വേണം എന്ന രീതിക്ക്, കമ്മിറ്റഡ് ആയിട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ച് കാണും. ഓക്കെ, നിങ്ങളാണിത് ഫുൾ ആക്ച്വലി. വാവ്, 10 10 10, ഓ മൈ ഗോഡ്. ഓക്കെ, 3 10 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ യെസ്, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, മേ ബി ആ പേഴ്സൺ നിങ്ങൾ തമ്മിൽ റൊമാൻറ്റിക് ആയിരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ ആ ഇഷ്ടം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഐ തിങ്ക് ഉണ്ട്, ഇപ്പോഴും കണക്ഷന് ഇതൊന്നും പറ്റിയിട്ടില്ല, മനസ്സിലുണ്ട് ഇപ്പോഴും. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നൊരു ആക്ച്വൽ പ്രോപ്പറായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് കാണാതെ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു ഒരു മെച്യൂരിറ്റി കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അവർ റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല ഈ പേഴ്സൺ എന്താ ആഗ്രഹിക്കുന്നത്. വെറുതെ കളി തമാശ, മേ ബി അവർക്ക് ചിലപ്പോൾ ഫ്ലർട്ടിങ് നേച്ചർ ഉണ്ടാവാം, അതും ഉണ്ടാവാം. ഓക്കെ, മറ്റുള്ളവരോടും വേറെ ആരോടെങ്കിലും ഒക്കെ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്സ്, ഫ്ലർട്ടിങ് എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞു കാണാം. സോ അങ്ങനെയൊക്കെ എല്ലാവർക്കും വരില്ല കേട്ടോ, എല്ലാവർക്കും എല്ലാം മാച്ച് ആവില്ല. ഓക്കെ, ചിലവർക്ക് മെച്യൂർ അല്ല എന്ന് പറയാം, ചിലവർക്ക് ജസ്റ്റ് ഇങ്ങനെ ഫ്ലർട്ടിങ് ആയിരിക്കാം, നിങ്ങളോടല്ല, സോറി, ഐ മീൻ വേറെയും അവർക്ക് ചിലപ്പോൾ ഫ്ലർട്ടോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടാവാം. സോ അങ്ങനെ പല സിനാരിയോ. സോ അതിൽ ഐ തിങ്ക് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഈ പേഴ്സണിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മാറ്റം കാണും, അവർ കമ്മിറ്റ്മെൻറ്റ് തരും, ഫാമിലി പോലെ ട്രീറ്റ് നിങ്ങളാണ്. പക്ഷെ ഇതിൻ്റെ ഫുൾ ബേർഡൻ നിങ്ങളുടെ മേലെ എടുത്ത പോലെയാണ്. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പോലെയാണ്. അവരാണെങ്കിൽ എപ്പോഴും ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതെ ഇങ്ങനെ പിന്നോട്ട് മാറി നിൽക്കുക. ഓക്കെ, അവർ പല എക്സ്ക്യൂസസ് പറയാം, പ്ലാനിങ് ഒക്കെ പറയും, ഓ യെസ് നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയും, പക്ഷെ ഒന്നും നടക്കില്ല. ഓക്കെ, ഒന്നും ആക്ഷനിൽ അവർക്ക് നമ്മൾ കാണിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഇതുവരെ. ഓക്കെ, ഐ തിങ്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, സെപ്പറേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ബാക്ക് സ്റ്റാബിങ് എനർജി ഉണ്ട്. അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ ചിലപ്പോൾ ഒരു പ്ലെയറിൻ്റെ ഇത് പറഞ്ഞത്, ഞാൻ അതായത് ഒരു ഫ്ലർട്ടിങ് എൻ്റെ പറഞ്ഞത്, അവർ വേറെ ഫ്ലർട്ട് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ ഒരു ചീറ്റ് ചെയ്യപ്പെട്ട ഒരു എനർജി ഉണ്ട് ഇവിടെ. എല്ലാവർക്കും അല്ല, സോ എല്ലാവർക്കും അല്ല. ഓക്കെ, പ്ലീസ് നോട്ട്. ഓക്കെ, 10 of Wands നിങ്ങളാണ് പക്ഷെ ഇതിലൊരു ബേർഡൻ ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചത് ഇതാണ്, പക്ഷെ അതൊന്നും ഐ തിങ്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു ഫാമിലി പോലെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു, പക്ഷെ ഐ തിങ്ക് അവർ ആ ലെവൽ വരെ പോയിട്ടില്ല. ഓക്കെ, okay, let's see. Person the feelings relationship. Okay, wow. 4 of Wands, Lovers, and Death card. Okay. Knight of Cups. Hangman. ഓക്കെ, യെസ്, ഇതാണ് മെയിൻ പ്രശ്നം. ഇതാണ് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ആ മെച്യൂരിറ്റി വരാനുള്ള ഒരു ഡിലേ ആണ് ഇവിടെ. ഓക്കെ, ഡിലേസ് ആണ് ഇവിടെ എനിക്ക് കാണുന്നത്, ടൈം ഡിലേ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഫീലിങ്സ് വൈസ് ഒക്കെ യെസ് ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്, ശരിക്കും ഫീലിങ്സ് ഉണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്, അതിലൊന്നും നമുക്ക് സംശയമില്ല. ഓക്കെ, അതുണ്ട് അവരുടെ ഭാഗത്ത്. പക്ഷേ അവർക്ക് ആ ഒരു സീരിയസ് ആയിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ലെവലിലേക്ക് അവർക്ക് വരാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. നിങ്ങളെ ഒന്ന് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം കുറച്ച് പേർക്ക്. ഇവിടെ 2 of Cups ആൻഡ് ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ആ പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ ഓക്കെ വളരെയധികം സ്ട്രോങ് ആണ്. ഓക്കെ, ഒരു മാരേജ് സിറ്റുവേഷൻ്റെ ഒക്കെ അവർക്ക് ആഗ്രഹം കാണുന്നുണ്ട്, സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പ് വേണം എന്ന് അവർക്ക് ആഗ്രഹം കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ എനിക്ക് എന്തായാലും സിറ്റുവേഷൻ്റെ മുന്നോട്ട് എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മാറ്റം പേഴ്സണൽ വരുമെന്നാണ്. ഓക്കെ, ഈ സ്റ്റക്ക് എനർജിയിൽ നിന്ന് അവർ പുറത്ത് വരും. ഈ സ്റ്റക്ക് എനർജി ഒന്ന് മാറിയിട്ട് അവർ ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്ന പോലെയാണ്. ഓക്കെ, ഓക്കെ, അവരൊരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നതായിട്ട് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് എനർജി ഉണ്ട്. സോ പേജിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് ചാടി ഒന്ന് മേലേക്ക് വന്നു. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് കുറച്ചുകൂടി ഇന്റൻഷൻ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് യെസ്, അവർ നിങ്ങളോട് വന്ന് ഫീലിങ്സ് പറയാനും നിങ്ങളോട് കൂടുതൽ അടുക്കാനും എല്ലാം ഓക്കെ കമ്മിറ്റ്മെന്റ് തരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് എനിക്ക്. നിങ്ങൾ തമ്മിൽ ആ പാസ്റ്റ് ലൈഫ് കണക്ഷൻ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, ഈ ബന്ധം പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങളെ ഡെവലപ്പ് ചെയ്യാനാണെന്ന്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ എനിക്ക് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയിലാണ് കാണുന്നത്. ഓക്കെ, ഇതിപ്പോൾ ലേഡീസ് ആവണമെന്നില്ല, ജെൻസ് ആയാലും നിങ്ങൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയിലാണ്. അതായത് നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഒരു ഗ്രോത്ത്. ഓക്കെ, നിങ്ങൾ വളരെ മെച്യൂർഡ് ആയിട്ട് നിൽക്കാം. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. ദാറ്റ് എനിക്ക് വേണ്ടത് കറക്റ്റ് പ്രോപ്പറായിട്ട് എനിക്കൊരു കമ്മിറ്റഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, എൻ്റെ അടുത്ത് അങ്ങനെ തന്നെ വരണം എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടാവാം. സോ ആ ഒരു ഗ്രോത്ത് നിങ്ങളിൽ കൊണ്ടുവന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അത്രയും കാലം മേ ബി നിങ്ങൾ പെട്ട് നിൽക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങളുടെ മൈൻഡ് ബ്ലോക്കേജസ് ഓക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുന്നുണ്ട് നിങ്ങളെ ലൈക്ക് സ്നേഹിക്കപ്പെടാൻ നിങ്ങൾ യോഗ്യരല്ല, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും എന്തിനും സ്നേഹിക്കണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ നിങ്ങൾ ഐ തിങ്ക് നിങ്ങളെ തന്നെ വില കുറച്ച് കണ്ടിരുന്നു.
ഓക്കെ, അതെല്ലാം മാറി വരുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇപ്പം നിങ്ങൾ ആ ഒരു സ്ട്രെങ്ത് കൊണ്ടുവന്ന് നിങ്ങൾ ബോൾഡായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് പറയാനുള്ള ഒരു അത് കാണുന്നുണ്ട് എനിക്ക്. സോ ആ ഒരു ഗ്രോത്ത് നിങ്ങളിൽ കൊണ്ടുവരാനാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നത്. ഓക്കെ, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് മാറ്റാൻ. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് നിങ്ങളിൽ കൂടിയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു എനർജിയാണ് മാറുന്നത്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഇവിടെ ഒരു മാറ്റം നിങ്ങളിൽ സംഭവിക്കുന്നുണ്ട് എന്ന് പറയാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്തായാലും പേഴ്സന്റെ ഭാഗത്തു നിന്ന് യെസ് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു മാറ്റം അവരിൽ വരുമെന്നും പറയാം. ഓക്കെ, സോൾമേറ്റ് ആൻഡ് ലവേഴ്സ് എനർജിയാണ്. ഇത് എവിടെയും പോകാനൊന്നും പോകുന്നില്ല. ഈ റിലേഷൻഷിപ്പ് നിങ്ങളിപ്പോൾ വിട്ടുകളയാൻ നോക്കിയാലോ അത് എവിടെയും പോകാനൊന്നും പോകുന്നില്ല. ഓക്കെ, ചിലപ്പോൾ കുറച്ച് സ്റ്റക്കായിട്ടൊക്കെ നിൽക്കാം. ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കാം, അതായത് സ്ലോ മൂവിങ് ആയിരിക്കും. പെട്ടെന്നൊന്നും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കണ്ടുവെന്ന് വരില്ല. നിങ്ങളുടെ ക്ഷമ നല്ലോണം പരീക്ഷ. ഓക്കെ, അതും പറയാം. നിങ്ങളെ ക്ഷമ പഠിപ്പിക്കാൻ വന്നതുമായിരിക്കാം. മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ക്ഷമിച്ച് നിൽക്കാൻ പറ്റും എന്നുകൂടി യൂണിവേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, എങ്ങനെ ഒരു പേഴ്സണെ നമ്മൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ലാന്നല്ലോ, അവരോട് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങൾക്ക്. പക്ഷേ ഐ തിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു വാല്യൂ കൂടി നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. സോ അതൊക്കെയാണ് ഇവിടെ ലെസൺസ് ആയിട്ട് വന്നിരിക്കുന്നത്. സോൾമേറ്റ്സ് നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ യുനോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മൾ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്താൽ മതി. ലാസ്റ്റ് കാർഡ് എന്താ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ? പേഴ്സൻ്റെ ലൈക്ക് ഇനി മുന്നോട്ട് എന്താ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക നോക്കാം ഈ റിലേഷൻഷിപ്പിൽ. ഓക്കെ, എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക നമുക്ക്? 5 cups, 7 of cups, 10 of pentacles, finally 9 of cups and queen of cups. Oh my god. Okay, king of pentacles. Wow, കമ്മിറ്റ്മെൻറ്റ് കിട്ടും നിങ്ങൾക്ക്. കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ലൈക്ക് അവരുമായിട്ട് ഒരു മേ ബി മാരേജ് പോസിബിൾ ആയവർക്ക് മാരേജ് നടക്കും. ഓക്കെ, അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളെ ഫാമിലി പോലെ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ റിലേഷൻഷിപ്പിന് ഒരു മാറ്റം വരും. അത്രയെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഒരു ലൈക്ക് ഡെവലപ്പായിട്ട് നിങ്ങൾക്ക് കമ്മിറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരും മാറും എന്ന രീതിക്കാണ്. ഓക്കെ, ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ മൈൻഡിൽ അല്ലെങ്കിൽ നഷ്ടങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് മാറി വരും. ഓക്കെ, പേഴ്സൻ്റെ മനസ്സിൽ ഒരുപാട് ലൈക്ക് വേറെയും എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു, വോട്ട് എവർ, അതെല്ലാം മാറ്റിയിട്ട് ഇപ്പം നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റഡ് ലെവലിലേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ക്വീൻ ഓഫ് കപ്സ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഒരു ഗ്രോത്ത് ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത്, പ്രോഗ്രസ് ആണ് നമ്മൾ കണ്ടത്. സോ ഈ റിലേഷൻഷിപ്പ് ഒരു നിങ്ങളെയും ഗ്രോത്തിനാണ് വന്നിട്ടുള്ളത്, പേഴ്സണും ഒരു ഗ്രോത്ത് കൊണ്ടുവരാനായിരിക്കും. ചിലപ്പോൾ അവർ സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വരുമ്പോൾ ഓക്കെ, ഐ തിങ്ക് മാറ്റങ്ങൾ രണ്ട് ഭാഗത്തും സംഭവിക്കുന്നുണ്ട്, രണ്ട് പേരിലും സംഭവിക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ ആവശ്യമാണ് ഒരു റിലേഷൻഷിപ്പ് ബെറ്റർ ആവാൻ, അത് ആവശ്യമാണ്. ഓക്കെ, എന്തായാലും ഓക്കെ, നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് എന്ന് ജസ്റ്റ് ഈ കണക്ഷനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ കണക്ഷൻ? റിലീസ് യുവർ എക്സ് എന്ന് പറയുന്നുണ്ട്. ചിൽഡ്രൻ മേ ബി അഫക്റ്റിംഗ്. ഓക്കെ, ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ, സംസം റിലീജിയസ് ഫാക്ടർ. ഓക്കെ, തടസ്സങ്ങളുണ്ട് ഒരുപാട് നിങ്ങളുടെ ഇടയിൽ. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് ആൻഡ് യു ഡിസേർവ് ലവ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നത് ഇതാണ്, ദാറ്റ് യു ഡിസേർവ് ലവ്. ഓക്കെ, നിങ്ങൾ അർഹിക്കുന്ന തരത്തിൽ നിങ്ങൾ സ്നേഹം അർഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ അവനവനോട് പറയാം. ഓക്കെ, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക, ഒന്നാമത്തെ കാര്യം. ആൻഡ് ഇവിടെ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആണ്, ഞാൻ പറഞ്ഞല്ലോ ഇത് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് തന്നെയാണ്, സോൾമേറ്റ് കണക്ഷൻ ആണ്. ഓക്കെ, ബട്ട് യെസ് നിങ്ങളുടെ ഇടയിൽ കുറേ തടസ്സങ്ങളുണ്ട്. അതാണ് ഇവിടെ ഒന്ന് പേഴ്സൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞു തേർഡ് പാർട്ടി ഉണ്ടാവാം, നിങ്ങളുടെ ലൈഫിലായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾ തേർഡ് പാർട്ടി എനർജി ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടാവും. ഓക്കെ, റിലീസ് യുവർ എക്സ് എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അത് റിലീസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. അതായിരിക്കും ഞാൻ പെട്ടെന്ന് നിൽക്കുന്ന കാര്യം പറഞ്ഞു. മേ ബി കുട്ടികളൊക്കെ ഉണ്ടാവാം, ഫാമിലി ആയിരിക്കാം. ഓക്കെ, സോ അതിൽ നിന്ന് വിട്ടു വരാൻ അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. റിലീജിയസ് ഫാക്ടേഴ്സ് ഉണ്ടാവാം കുറച്ച് പേർക്ക്. ഓക്കെ, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കാം. ചിലവർക്ക് ലൈക്ക് അവർ ഓൾറെഡി മാരീഡ്, അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ റിലീജിയസ് ഫാക്ടേഴ്സ് നിങ്ങളുടെ ഇടയിൽ തടസ്സമായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു മുന്നോട്ട് ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ വരും, നിങ്ങൾ തമ്മിൽ ഒരു ഓപ്പൺ കോൺവെർസേഷൻ വരും. ഓക്കെ, ആ സംസാരം നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ക്ലാരിറ്റി കൊണ്ടുവന്ന് ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ബെറ്റർ ആക്കാൻ സാധിക്കും. അതാണ് മെയിനായിട്ട്. ഓക്കെ, ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് വരെ നിങ്ങളോട് പറയുന്നുണ്ട്. ലേശം ഒന്ന് ലൈക്ക് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കേണ്ട ആ സിറ്റുവേഷനെ. ഓക്കെ, എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ പോട്ടെ. കാരണം പേഴ്സണൽ മാറ്റങ്ങൾ വരാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചേഞ്ചസ് അവരിൽ വരട്ടെ, ആ ഒരു ഗ്രോത്ത്, അവർ മെച്യൂരിറ്റി അവരുള്ളിൽ വരട്ടെ. എന്നിട്ട് ഈ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അവരെ ലൈഫിൽ ചില കാര്യങ്ങൾ അവർ ക്ലിയർ ആക്കാനുണ്ട്, അതവർ ചെയ്യട്ടെ. ഓക്കെ, നിങ്ങളിതിനെ അലൗ ദിസ് സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി. ഓക്കെ, നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുള്ള ആങ്സൈറ്റി ഉണ്ടാവും, എന്താവും ഫ്യൂച്ചർ എന്ന് ആലോചിച്ചിട്ട്. സോ അത് വിട്ട് കളഞ്ഞേക്കുക തൽക്കാലം. എനിക്ക് പോകുന്ന പോലെ പോട്ടെ എന്ന് വെക്കുക. സംസാരിച്ചാൽ സംസാരിക്കട്ടെ, ഇല്ലെങ്കിൽ കുറച്ച് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ മാറിയിരിക്കട്ടെ, സൈലൻ്റ് ആയിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ, അവരെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഓക്കെ അത് നടക്കട്ടെ. ഓക്കെ, അങ്ങനെ ആ രീതിക്കൊന്ന് നിങ്ങൾ പോകും. ഓക്കെ, കുറച്ച് കാലം അങ്ങനെ ഒന്ന് വിട്ടുകൊടുത്തേക്കുക തൽക്കാലം. മേക്ക് ദ എഫേർട്ട് ആൻഡ്
വീണ്ടും വന്നു, സെയിം തിങ്. ഓക്കെ, സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്ന ഹോപ്പ് കൈവിടേണ്ട. വെഡിങ് റീകൺസിലേഷൻ ഒക്കെ കാണുന്നുണ്ട്, വേണ്ടവർക്ക്. ഓക്കെ, പോസിബിൾ ആയവർക്ക് നിങ്ങൾക്ക് വെഡിങ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റീകൺസിലേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. പേഴ്സൺ തിരിച്ചു വരും. സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക്, പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, സിറ്റുവേഷൻ മാറി വരും. മേക്ക് ദ എഫേർട്ട് ഉണ്ട്, അവർ എഫേർട്ട് എടുക്കും. നിങ്ങൾ തമ്മിൽ ശരിയാക്കാനുള്ള എഫേർട്ട് അവരെടുക്കും തീർച്ചയായിട്ടും. നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ആദ്യം ഒരു ഓപ്പൺ കോൺവെർസേഷൻ വരാനുണ്ട്. ആ സംസാരം ഒന്ന് ഓപ്പൺ ആയിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കലല്ല, അവർക്ക് കാര്യങ്ങൾ പറയാൻ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ വെക്കുക. ഓക്കെ, അത് പറയുന്ന രീതി ഒന്ന് സൂക്ഷിച്ച് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് പറയേണ്ടത് പറയണം, ബട്ട് അറ്റ് ദ സെയിം ടൈം അവരും അവരുടെ ഭാഗം കേൾക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ തയ്യാറാണ് എന്ന രീതിക്കൊന്ന് നിന്ന് നോക്കുക. ഐ തിങ്ക് അത് കുറേ ഹെൽപ്പ് ചെയ്യും എന്നാണ് തോന്നുന്നത് എനിക്ക്. ഓക്കെ, എന്തായാലും ശരി, ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. നിങ്ങൾ എവിടെയും പോകുന്നില്ല. ഓക്കെ, കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അത് ശരിയാവും. ഓക്കെ, സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ മാക്സിമം നിങ്ങൾ ലൈക്ക് അത് സാധിക്കും, കുറച്ച് കഴിയുമ്പോൾ സാധിക്കും. ഓക്കെ, രണ്ടുപേരും അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ വരുമ്പോൾ സാധിക്കും. ഓക്കെ, സോ എനിവേ നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. നന്ദി, നമസ്കാരം.